പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്ന യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ 40-ാം അധ്യായത്തിൽ ഈ വാക്യം എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പലപ്പോഴും നാം വായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന വചനവും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി വേളകളിൽ നാം ഈ വചനം വായിച്ച് ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഓരോ ദൈവഭക്തന്മാർക്കും ഈ വചനം വളരെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ശക്തിയിൽ പുതുക്കപ്പെട്ടവരായി മാറുമെന്നാണ് ഈ വചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കഴുകൻ തന്റെ ശക്തിയെ പുതുക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് വരും. ഹല്ലേലൂയ. ആത്മീയമായ ജീവിതത്തിൽ അഥവാ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, ആ വ്യക്തിക്ക് ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമായ ഹല്ലേലൂയ ശക്തി ആവശ്യമാണ്. ഓരോ ദൈവത്തിനും ദൈവശക്തി അഥവാ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണെന്ന് ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് വാഗ്ദത്തം കൊടുക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 24:49 പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പി. ഹല്ലേലൂയ. അപ്പൊ നാം പ്രാപിക്കേണ്ട ശക്തി എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്. അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശക്തിയാണ്, ആത്മാവിൽ നിറയപ്പെട്ട ശക്തിയാണ്. അത് തന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേരെയും ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ആ ഉയരത്തിലെ ശക്തിയാൽ നിറച്ച് കർത്താവിന്റെ മഹത്വമേറിയ വേലയ്ക്കായി ഒരുക്കിയെടുത്തു എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഉയരത്തിലെ ശക്തി പ്രാപിക്കുക, ആത്മാവിന്റെ ശക്തി പ്രാപിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ലോക ജീവിതത്തിൽ ഓരോ ദൈവഭക്തൻ ശത്രുക്കളെ കൊണ്ട് നിറഞ്ഞ സാഹചര്യത്തിലാണ് നടക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ശത്രുക്കളെ തേടി പോകണ്ട, ശത്രുക്കളെ അന്വേഷിച്ച് പോകണ്ട, നാം ശത്രുത്വം ഉണ്ടാക്കുകയും വേണ്ട. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവർക്കെല്ലാം ശത്രുക്കളുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏത് ദുഷ്ടനെ കുറിച്ചും ഏത് കൊള്ളരുതാത്തവനെ കുറിച്ചും ഏത് ദുർനടപ്പുകാരനെ കുറിച്ചും പറഞ്ഞാൽ അവർക്ക് ശത്രുക്കൾ ഉണ്ടാകത്തില്ല. ഇവിടുത്തെ മതങ്ങളെക്കുറിച്ചോ തീവ്രവാദ ഭീകരവാദ വർഗീയവാദത്തെക്കുറിച്ചോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ചോ മദ്യപിച്ച് വെടിവുകെട്ട് സുബോധം നഷ്ടപ്പെട്ട് ഭൂമിയിൽ സകലർക്കും അസമാധാനം വരുത്തുന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു നടന്നാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ലോക സമാധാനം നൽകുന്ന, മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം നൽകുന്ന, സകല ജനത്തെ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മധ്യാകാശത്തിൽ വരുന്ന യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും പ്രശ്നം തോന്നും, പലരും ചോര തടയ്ക്കും. അപ്പോൾ ദൈവഭക്തന്മാർക്ക് ശത്രുക്കൾ ഉണ്ടാകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഹല്ലേലൂയ. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ വചനം എല്ലാ വിധത്തിലും യാഥാർത്ഥ്യമാണ്, വാക്തത്വമാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്നവരുടെ ശത്രുക്കളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഹല്ലേലൂയ നാം പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ബലം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ബലം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. പിശാച് കൊണ്ടുവരുന്ന സകല പ്രശ്നങ്ങളെയും പോരാട്ടങ്ങളെയും എതിർത്ത് ജയം ഭരിക്കാൻ വേണ്ടി വിശുദ്ധന്മാരിൽ ശോഭിക്കുന്ന, വിശുദ്ധന്മാരിൽ വെളിപ്പെടുന്ന ഒരു മഹാശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ഈ ഉയരത്തിലെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉന്നതത്തിലെ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇത് ലോക മനുഷ്യർക്കാർക്കും കിട്ടത്തില്ല. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണ് ദൈവം ഉയരത്തിലെ ശക്തി പകരുന്നത്. ഹല്ലേലൂയ.
ഈ ലോകത്തിൽ എല്ലാവർക്കും ലഭ്യമാകത്തില്ല. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിച്ചുകൊണ്ട് ആമീൻ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം. രക്തം ചെയ്യും. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും കണ്ണുനീരുകളും ഒക്കെ കാണും. കുടുംബത്തിനകത്ത് തന്നെ നിങ്ങൾ ശത്രുക്കൾ കാണും, ദേശത്ത് ശത്രുക്കൾ കാണും, ദൈവസഭയ്ക്കകത്ത് നിങ്ങളുടെ കൂടിവരുകളൊക്കെ നിങ്ങൾക്ക് ശത്രുക്കൾ കാണും, നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ശത്രുക്കൾ കാണും. അല്ലേ? എവിടെയെല്ലാം ശത്രു നിനക്കെതിരെ എഴുന്നേറ്റാലും അവിടെ നീ പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടോണം, പരിശുദ്ധാത്മാവിൽ നീ നിറയപ്പെട്ടോണം. അല്ലേ? ആത്മശക്തിയാൽ നിറഞ്ഞു നിൽക്കുന്ന നിനക്കെതിരെ ശത്രുവിന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അല്ലേ? അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതും പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ എന്ന് പറയുന്ന പൈശാചിക ശക്തി, സാത്താൻ എന്ന് പറയുന്ന ദൂട്ടൻ, പിശാച് എന്ന് പറയുന്ന ആ പൈശാചിക മണ്ഡലത്തെ ഓരോ ദൈവഭക്തനും ജയിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി മകളായി ദൈവരാജ്യത്തിന്റെ അംഗമായി മാറുമ്പോൾ അല്ലേലൂയ, ശത്രു നിനക്കെതിരെ എഴുന്നേൽക്കും. അതെന്തുകൊണ്ടാണ് ശത്രു നിനക്കെതിരെ എഴുന്നേൽക്കുന്നത്? അവന്റെ അടികളിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയത് ഓർക്കുമ്പോൾ പിശാച് തന്ത്രങ്ങൾ വരും. കാരണം ഈ ലോകത്തിൽ നമ്മൾ ഇവിടുത്തെ പാപസുഖങ്ങളിലെല്ലാം ജീവിക്കുമ്പോൾ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന്റെ കൂടെയാണ് നമ്മൾ, അവൻ ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. എന്നാൽ ഒരുവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ അവനെതിരെ ശത്രുക്കൾ എഴുന്നേക്കും. അത് സ്വന്തം കുടുംബത്തിൽ തൊട്ട് എഴുന്നേക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഉയരത്തിലെ ശക്തി പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക. അല്ലേ? അപ്പൊ ഇവിടെ ദൈവതമായി യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവൾ തളർന്നു പോകാതെ ഓടുകയും അല്ലേലിയ സ്തോത്രം അല്ലേലിയ ക്ഷീണിച്ചു പോകാൻ നടക്കുകയും ചെയ്യും. എന്താണ് ഈ കഴുകന്മാരെ പോലെ ശക്തിയെ പുതുക്കുക എന്ന് പറഞ്ഞാൽ? അല്ലേലിയ അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ 103 സങ്കീർത്തനം അതിന്റെ 5 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ യൗവനം അല്ലേലിയ കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വാഹിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അല്ലേലിയ. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ അല്ലേലിയ 40 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ ഒക്കെ ആയിരിക്കാം. ഒരുപക്ഷെ അതിന് മുമ്പോട്ടുമായിരിക്കാം, പുറകോട്ടുമായിരിക്കാം. അത് ഏത് പ്രായത്തിലായിരുന്നാലും അല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ അല്ലേലൂയ രക്തം ചെയ്യും. നിങ്ങളെ ദൈവം അല്ലേലൂയ കഴുകൻ തന്റെ യൗവനം പുതുക്കുന്നത് പോലെ ദൈവം നിങ്ങളെ പുതുക്കിയെടുക്കും. അതുകൊണ്ട് നമ്മൾ കാണത്തില്ല ചില 70, 75, 80 വയസ്സുള്ള ചില അപ്പച്ചന്മാരും അമ്മമ്മമാരും അമ്മച്ചിമാരും ഒക്കെ ദൈവത്തിന്റെ വചനത്തെ അതിശക്തിയോടെ സംസാരിക്കുകയും പ്രസംഗിക്കുകയും പാട്ടുകൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആത്മാവിൽ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ പ്രായത്തിനല്ല അവിടെ പ്രാധാന്യം. അല്ലെങ്കിൽ അവരുടെ യൗവനം കഴുകനെ പോലെ ദൈവം പുതുക്കി കൊടുത്ത് കർത്താവിന് വേണ്ടി അവർ ശക്തിയോടെ ഉണർന്ന് പ്രവർത്തിക്കുക. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പിശാചിന് ഇളക്കം ഉണ്ടാകുന്നത്. അല്ലേരിയ പിശാചിന് ഇളക്കം ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട, നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ മതി. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ പിശാചിന് ഇളക്കം വരും. പക്ഷെ അവൻ എത്രമാത്രം ഇളകിയാലും, അവൻ എത്രമാത്രം തന്ത്രങ്ങൾ വരഞ്ഞാലും, പിശാച് എന്തെല്ലാം സൂത്രങ്ങൾ ചെയ്താലും കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അവന്റെ തലയെ തകർത്ത് കളഞ്ഞു. അല്ലേരി. അപ്പൊ പിശാചിന്റെ തലയെ ക്രൂശിൽ കർത്താവ് തകർത്ത് കളഞ്ഞതുകൊണ്ട് അവന് ഈ പേടിപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അല്ലേരിയ. അവനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ നാടൻ രീതിയിലൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ പിശാചിനെ പേടിക്കരുത്. അല്ലേ? സാത്താനെ നീ പേടിക്കരുത്. ഇരുളിന്റെ അന്ധകാരത്തെ, ഇരുളിന്റെ ശക്തികളെ നീ പേടിക്കരുത്. നീ ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പനകളെ പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ ഏത് പ്രായക്കാരനായിരുന്നാലും നിങ്ങളുടെ യൗവനത്തെ കർത്താവ് പുതുക്കി തരും. അല്ലേരിയ. അപ്പൊ കഴുകൻ തന്റെ അല്ലേരിയ യൗവനം കഴുകൻ തന്റെ യൗവനത്തെ പുതുക്കുന്നത് പോലെ ദൈവം നമ്മെ പുതുക്കിയെടുക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ യൗവനം കഴുകനെ പോലെ പുതുക്കുക എന്നുള്ളതാണ്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ 103 സങ്കീർത്തനം 5 വാക്യത്തിൽ ഭക്തന്റെ ജീവിതം കഴുകനെ പോലെ പുതുക്കി വരുന്ന കാര്യത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുന്നത്.
എന്ന് പറഞ്ഞ ഏകദേശം 100 വയസ്സ് പ്രായമാകുമ്പോൾ കഴുകൻ തന്റെ തൂവലുകൾ കൊഴിഞ്ഞ് വിരൂപമായും പറക്കാൻ ബുദ്ധിമുട്ടമായും ബുദ്ധിമുട്ടായും തീരും. കഴുകൻ 100 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? അല്ലൊരിയ സ്തോത്രം, അല്ലൊരിയ തന്റെ തൂവലുകളൊക്കെ സ്തോത്രം കൊഴിഞ്ഞ് വിരൂപമായി മാറും, പറക്കാൻ ബുദ്ധിമുട്ടായി മാറും. അല്ലൊരിയ അപ്പോൾ അത് കുറെ കാലം അല്ലൊരിയ സ്വസ്ഥമായിട്ടിരിക്കും. അല്ലേരിയ മറ്റെല്ലാ തൂവലുകളും അത് കടിച്ചു പറിച്ചു കളയും, കൊത്തിപ്പറിച്ചു കളയും. താമസിയാതെ പുതിയ തൂവലുകൾ ഉണ്ടായി കഴുക യൗവനയുക്തനായി ആകാശത്തിലേക്ക് പറന്നു വരും. അല്ലേലിയ പറന്നു വരും. ആത്മീയ ജാരനര ബാധിച്ചവരെ കുറിച്ചും ഇത് തന്നെയാ പറയുന്നത്. ആത്മീയ ജാരനര ബാധിച്ചവരും അല്ലേലിയ ഇതുപോലൊക്കെ തന്നെയാണ്. അല്ലേലിയ അതുകൊണ്ട് അങ്ങനെയുള്ളവർ യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരണമെന്ന് ദൈവാത്മാവ് പറയുന്നത്. സ്തോത്രം. ഇവിടെ നാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലേലിയ ഈ ദൈവവചന ശുശ്രൂഷയ്ക്കും സുവിശേഷ പ്രവർത്തിക്കും ഒക്കെ പ്രായപരിധി വെച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളില് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ജോലിക്ക് പ്രവേശിച്ചാൽ അവിടെ ഏകദേശം ഒരു 55 വയസ്സായി കഴിയുമ്പോൾ ഒക്കെ നമുക്ക് അവിടുന്ന് റിട്ടയർഡൊക്കെ ആയിട്ട് പിന്നെ പെൻഷൻ പറ്റി വീട്ടിലിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ കാണാറ് പതിവ്. എന്നാൽ സുവിശേഷ വേല എന്ന് പറയുന്നത് റിട്ടയർഡ് ആകുന്നതല്ല, അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക മരണം വരികയും ചെയ്യുന്നതാണ് സുവിശേഷ പ്രവർത്തനം. അപ്പോൾ ഒരു സുവിശേഷകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രായം എത്ര കൂടിയായും അല്ലേരിയ ആ വ്യക്തിയുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി തന്ന് ആ വ്യക്തിയുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി ആ മനുഷ്യനെ ദൈവം ഭൂമിയുടെ അറ്റത്തോളം തന്റെ സാക്ഷിയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. അത് കാണുമ്പോഴും നല്ലൊരു എപ്പിശാചികളൊക്കെവാ എന്ന് പറഞ്ഞാൽ അല്ലെ, നല്ല വാർദ്ധക്യത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരൊക്കെ വിശുദ്ധിയിലും വേർപാടിലും ഒക്കെ നിന്ന് ദൈവത്തിനും പ്രസംഗിക്കുന്ന കാണുമ്പോൾ ചിലർക്കൊക്കെ അങ്ങ് ഭയങ്കര നൊമ്പരമാ കേട്ടോ. അല്ലേരിയ സ്തോത്രം. ഞാനത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ശക്തന്മാരായിരിക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ ആത്മീയ നേതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിർന്നവരെ, പിതാക്കന്മാരെ ഇന്നും നല്ല പ്രായത്തിലുള്ളവരൊക്കെ ദൈവം തന്റെ വചനവുമായി ശക്തമായിട്ട് നിർത്താറുണ്ട്. നല്ല ദൂതുകളും ആലോചനകളും പറയാറുണ്ട്. അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. അവർ ദൈവവചനം കൽപ്പിക്കുമ്പോൾ ചിലരൊക്കെ മാനസാന്തരപ്പെടാറുണ്ട്. അവർ ദൈവവചനം പറയുമ്പോൾ ചിലരൊക്കെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നിലപാട് വീണ് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ഹല്ലേലൂയ രക്തം ചെയ്യും ദൈവകൽപ്പനയാകുന്ന സ്നാനമൊക്കെ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി അവർ ദൈവം സമർപ്പിച്ചു കൊടുക്കും. അല്ലേലേ. കാരണം എന്താ അറിയോ? ഈ ദൈവദാസന്റെ നാവിൽ നിന്ന് ഒഴുകി വന്ന ഈ ദൈവദാസന്റെ നാവിൽ നിന്ന് വന്ന അധികാരത്തിന്റെ വചനത്തെ അല്ലേലിയ അവരുടെ ഹൃദയത്തിന്റെ മാംസതലങ്ങളിലേക്ക് തുളച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയൊക്കെ വിവേചിച്ചു കഴിഞ്ഞപ്പോൾ പാപബോധമുണ്ടായി. അല്ലേലിയ. പാപബോധം വന്നപ്പോൾ എന്ത് ചെയ്തു? ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ആ യാഥാർത്ഥ്യം, ആ ബോധം മനസ്സിലുണ്ടായി കഴിഞ്ഞപ്പോൾ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു. അല്ലേലിയ. അപ്പോൾ ഒരു വാക്കുകൂടെ അവർ കേട്ടുക്കണം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുന്നത് പോലെയുള്ള വചനം പരിശുദ്ധാത്മാവ് അവർ കാതുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. അല്ലേലിയ. ആ വചനമൊക്കെ കേൾക്കുമ്പോൾ അവർ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കാൻ തുടങ്ങും, ശക്തി പ്രാപിക്കാൻ തുടങ്ങും. അപ്പം ജീവിതത്തിൽ ഏത് മേഖലയിൽ തകർന്നു കിടന്നവനായിരുന്നാലും തളർന്നു ഇരുന്നവനായിരുന്നാലും അവരെല്ലാം കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരാൻ തുടങ്ങും. ഭൂരിപക്ഷം മദ്യത്തിന് അടിമപ്പെട്ട് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് സുബോധം പോലും നഷ്ടപ്പെട്ട് മനുഷ്യനുമായി സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരായിരിക്കും ചിലപ്പം സുവിശേഷ പ്രവർത്തനത്തിനായി ദൈവം വേർതിരിക്കുന്നത്. അനവധി ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ ആയിരിക്കാം പുരുഷതയും ഉപയോഗിക്കുന്നത്. മഹാഭാവികളായിരിക്കുന്ന ചിലരെ ആയിരിക്കാം ദൈവം വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ ബലഹീനരായിരിക്കുന്ന മനുഷ്യരെ ദൈവം വിളിച്ച് വേർതിരിച്ച് പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി എടുത്തു കഴിയുമ്പോൾ ആ മനുഷ്യന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും.
അല്ലേലിയ. ആമേൻ. ദൈവം എന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നൊക്കെ പറയുമ്പോൾ അല്ലേലിയ ഭക്ഷിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിന്റെ വചനം അവരുടെ നാവിന്മേൽ ദൈവം കൊടുക്കുവാൻ തുടങ്ങും. ദൈവവചനം അവർക്ക് വെളിപ്പെടുത്താൻ തുടങ്ങും. അവരുടെ അത്തരങ്ങളിൽ ദൈവത്തിന് വചനം നിറയ്ക്കാൻ തുടങ്ങും. ദൈവം ദൂതുകളും ആലോചനകളും വെളിപ്പാടുകളും ഒക്കെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ കർത്താവിന് വേണ്ടി കത്തിക്കയറാൻ തുടങ്ങും. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കണം. രക്തം ചെയ്യും. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കും. രണ്ടുപേർ ഒരിക്കൽ ഒരു മല്ലയുദ്ധം ചെയ്യുന്നുവെന്ന് അല്ലെങ്കിൽ കരുതുക. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഒരു കഥയാ. രണ്ടുപേര് ഒരിക്കൽ ഒരു മല്ലയുദ്ധം ചെയ്യുന്നു കരുതുക. ബലശാലിക്ക് മാത്രമേ ധൈര്യപൂർവ്വം ശത്രുവിനെ അടിച്ചു വീഴ്ത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബലമില്ലാത്തവൻ പരാജയം നേരിടും. ലേരിയ നമ്മൾ കണ്ടിരിക്കുക. രണ്ടു കൂട്ടർ ഒന്നിച്ച് അടി നടത്തിക്കൊണ്ടിരിക്കുക. രണ്ടു കൂട്ടർ ഒന്നിച്ച് സംഘർഷം ഉണ്ടാക്കുമ്പോൾ അതിലൊരുവൻ ജയിക്കും. കാരണം ബലമുള്ളവൻ ശത്രുവിനെ അടിച്ചു വീഴ്ത്തും. ബലമില്ലാത്തവൻ എന്ത് ചെയ്യും? പരാജിതനായി മാറും. ലേരിയ പരാജിതം ഏറ്റെടുക്കും. അങ്ങനെയെങ്കിൽ അന്ധകാര ശക്തികളോട് പോരാടുന്ന നമുക്ക് ഉയരത്തിലെ ശക്തി ആവശ്യമാണ്. രണ്ടുപേരും മല്ലയുദ്ധം നടത്തിയപ്പോൾ ബലമുള്ളവൻ ശത്രുവിനെ അടിച്ചു വീഴ്ത്തി ജയം പ്രാപിച്ചു, ബലമില്ലാത്തവൻ പരാജയപ്പെട്ടു. നമ്മൾ ലോകപരം കാണുമ്പോൾ ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആത്മീയ യുദ്ധക്കളത്തിലാണ്. അല്ലെങ്കിൽ നീ ആത്മീയ യുദ്ധക്കളത്തിൽ, പോർക്കളത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അല്ലേലിയ ശത്രുവിനെ അടിച്ചു വീഴ്ത്തുവാൻ, ശത്രുവിനെ തകർക്കുവാൻ, അവന്റെ തലയെ തകർക്കുവാൻ, അവന്റെ അധികാരത്തെ തകർക്കുവാൻ, അവന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ നീ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കണം. ലേരിയ എങ്കിൽ മാത്രമേ അന്ധകാര ശക്തികളെ നിനക്ക് ജയിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ ഭയപ്പെട്ട അനുഭവത്തിലാണ് പോകുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ക്ഷുദ്രങ്ങളും ചെയ്ത്തുകളും അത് വേണ്ട സകലവിധ കറക്കിക്കുത്തുകളും ഇവിടെ ഉണ്ട്. അല്ലേ? ദൈവജനത്തിന് സകല കറക്കിക്കുത്തുമായി പിശാച് വരുമ്പോൾ അതിനെ ജയിക്കുവാനും നമുക്ക് ദൈവ സാന്നിധ്യം ആവശ്യമാണ്, ദൈവശക്തി ആവശ്യമാണ്. അല്ലേറിയ അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 23:23 വായിക്കുന്നത്, ആഭിചാരം യാക്കോബിന് ഭരിക്കില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ ഭരിക്കുമില്ലെന്നൊക്കെ പറയുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് നേരെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് മീതെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ പിശാച് കൂടോത്രം കൊണ്ടുവന്നാലും, മന്ത്രവാദം കൊണ്ടുവന്നാലും, ശൂദ്രം ചെയ്തുകൊണ്ട് ആഭിചാരം കൊണ്ടുവന്നാലും, എന്തെല്ലാം കറക്കിക്കുത്ത് കൊണ്ടുവന്നാലും, മുട്ടത്തോട് നിന്റെ മുറ്റത്ത് കൊണ്ടിട്ടാലും, തലയൂട്ടി കൊണ്ടിട്ടാലും, നിന്റെ മയക്കുന്ന വിധത്തിൽ തകിടുകളോ ഏലസുകളോ ചരടുകളോ നിന്റെ മുമ്പിലോ നിന്റെ വീടിന്റെ ഉമ്മറത്തോ കൊണ്ടിട്ടാലും നീ ഭയപ്പെടണ്ട. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നീ അതിനകത്ത് ഭയപ്പെടണ്ട. അല്ലേരിയ നിനക്കതൊന്നും ഫലിക്കില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ ഫലിക്കുകയില്ല. കാരണം എന്താ? നീ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മേൽ ദൈവം ഉയരത്തിലെ ശക്തിയെ പകർന്നിട്ടുണ്ട്. ആ ഉന്നതമായ ശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ നിറയുന്നിടത്തോളം കാലം നിന്റെ യൗവന കഴുകനെ പോലെ ദൈവം പുതുക്കിയെടുത്ത് ദൈവം ലോകത്തിന്റെ മുമ്പിൽ അല്ലേലിയ നിന്നെ ശക്തമായിട്ട് മാനിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാവി, ഈ ലോകത്തിൽ പിശാചിനെ കണ്ട് നീ ഭയപ്പെടരുത്. അല്ലേ? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പിശാചിനെ അവന്റെ കിങ്കരന്മാരെയും കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. സാത്താനെ അവന്റെ കൂടെയുള്ള തന്ത്രശാലികളെയും കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. ദൈവം നിനക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നമ്മൾ റോമലേഖനത്തിൽ വായിക്കും, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, വേദനയുടെ, സാമ്പത്തിന്റെ, ഞെരുക്കത്തിന്റെ, പരിഹാസത്തിന്റെ, എതിർപ്പുകളുടെ, ഉപദ്രവങ്ങളുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ തകർക്കുവാൻ 4 വശത്തുനിന്ന് ശത്രു തന്ത്രങ്ങൾ മെനയുമ്പോൾ, അത് കുടുംബത്തിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് എല്ലാം നിനക്ക് നേരെ പ്രതിസന്ധി വരുമ്പോൾ, നീ കൂടി വരുന്ന കൂട്ടായ്മ, ജോലി സ്ഥലത്ത് നിന്നെല്ലാം നിനക്ക് എതിരുകൾ ഉയരുമ്പോൾ, ഹല്ലേലൂയ, നീ അതിനെ കണ്ട് ഭാരപ്പെട്ടു പോകരുത്. അതിനെ കണ്ട് നീ തളർന്നു പോകരുത്. ആത്മാവിൽ നിന്ന് അറിയപ്പെടണം. ആത്മശക്തി ഇതിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി ഉണർന്ന് ശോഭിക്കണം, കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം, രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതേ സ്നേഹിത, നീ തകരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നീ തകർന്നു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നെ വളരുമാറാക്കുക ചെയ്യുന്നത്. പ്രൈസറോ. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി വളർച്ച പ്രാപിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യാം. യേശു നിന്നെ വിളിച്ചു വേർതിരിച്ചത് ഒരു പ്രത്യേകമായ അഭിഷേകത്തിന്റെ മേൽ പകരാൻ വേണ്ടിയിട്ടാണ്. യേശു നിന്നെ വിളിച്ചു വേർതിരിച്ചത് ഒരു പ്രത്യേകമായ കൃപ നിന്റെ മേൽ തരാൻ വേണ്ടിയിട്ടാണ്. നിന്നിലൂടെ മാത്രം ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട്. അത് മറ്റാരെങ്കിലും ദൈവം ചെയ്യിപ്പിക്കത്തില്ല. നിന്നിലുള്ള ശുശ്രൂഷ നിന്നിലൂടെ മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതിനുവേണ്ടി നീ എത്ര ബലഹീനനായിരുന്നാലും, ഹല്ലേലൂയ, ആമേൻ, ദൈവം നിന്നെ ബലമുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. അപ്പം ബലഹീനനായിരിക്കുന്ന വ്യക്തിയെ ബലമുള്ളവനാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ആമേൻ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പി എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഉയരത്തിലെ ശക്തി വന്നാൽ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നമുക്ക് ഒന്നിനെ ഭയപ്പെടേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? നിങ്ങൾ ഉന്നതമായ ശക്തി, ഹല്ലേലൂയ, പ്രാപിക്കണം. ഉയരത്തിലെ ശക്തി പ്രാപിക്കുമ്പോൾ മന്ത്രവാദങ്ങളോട് എതിർത്ത് നിൽപ്പാൻ, ക്ഷുദ്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്, ഹല്ലേലൂയ, എഫേസ്യ സഭയ്ക്ക് ലേഖനം കുറിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ച്, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം കുറിക്കുമ്പോൾ എങ്ങനത്തെ എഴുതി? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, വിശ്വാസി പോർക്കളത്തിലാണ്. ഹല്ലേലൂയ. വിശ്വാസി പോർക്കളത്തിലാണ്. അവൻ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നിൽക്കണം. ഹല്ലേലൂയ. വചന ഇപ്രകാരം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി. ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളാ. അപ്പൊ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. അല്ലേ? ദൈവത്തിന്റെ സർവായുധ വർഗത്തെ കുറിച്ച് തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ, അല്ലേ, ഏകദേശം 7 വിധ, അല്ലേ, അമ്മ സംരക്ഷണങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നു. ഞാൻ പല പ്രാവശ്യം ആ ഭാഗം പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മിച്ചു പോവുക. ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറയുമ്പോൾ സത്യവും നീതി എന്ന കവചവും നമ്മൾ ധരിക്കണം. അല്ലേ? അരയിൽ കിട്ടുന്ന ബെൽറ്റ് സർവായുധ വർഗത്തിൽ ഒന്നാമത്തേതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതൊരു ഒരുക്കത്തെ കാണിക്കുന്നത്. സ്തോത്രം. നീതി എന്ന കവചം എന്ന് പറയുന്നത്, ധരിക്കാൻ പറയുന്നത്, കവചം സംരക്ഷണത്തിനെ കാണിക്കുന്നതാണ്. അല്ലേ? മൂന്നാമത്തെ കാര്യം ചെരുപ്പാണ്. ചെരുപ്പ് ശത്രുവിനെതിരെയുള്ള പ്രതിരോധത്തിന് വേണ്ടി അല്ല, സുവിശേഷം പ്രസംഗിക്കുവാനായി കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ വേണ്ടിയാണെന്ന്, അല്ലെങ്കിൽ ഇവിടെ ഒരു വ്യാഖ്യാനത്തിൽ വായിച്ചു. വീണ്ടും നമ്മൾ രക്ഷ എന്ന ശിരസ്ത്രവസ്ത്രം, ശരീരത്തിന്റെ നിയന്ത്രണം ശിരസ്സിനാണ്. അതുകൊണ്ട് ശിരസ്സിന്റെ നിയന്ത്രണം, അല്ലെങ്കിൽ അതിപ്രാധാനമായും നമുക്ക് ആവശ്യം. അതിന് രക്ഷ എന്ന ശിരസ്ത്രം തലക്കൂരിയ ധരിക്കണമെന്ന് കാണുന്നുണ്ട്. അപ്പം ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, അല്ലേ, അപ്പം വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ശത്രുവിനെ ജയിപ്പാൻ കഴിയും. പിന്നെ സകല പ്രാർത്ഥനയാലും, അല്ലെങ്കിൽ ദൈവസനയിൽ നെടുമ്പാട് വീട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലേലിയ, ദൈവം നമ്മെ ഈ ശത്രുവിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ, ഈ പോർക്കളത്തിൽ നിന്ന് പൊരുതുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് വേണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആത്മശക്തി പ്രാപിക്കണം. ആത്മശക്തി പ്രാപിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആത്മജീവിതത്തിൽ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ദൈവത്തിനും പ്രസംഗിച്ച് നിൽക്കൊണ്ട് ഒരാളൊരു കമന്റ് ഇട്ടു. ഹല്ലേലൂയ. ആ കമന്റിങ്ങിനാ, പ്ലാസ്റ്ററെ തനിക്ക് ജോലി ചെയ്ത് ജീവിക്കത്തില്ല എന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന്, എന്നെ ചീത്ത പറയുന്നവരെയും എന്നെ അസഭ്യം വിളിച്ചു പറയുന്നവരെയും ഒക്കെ കാണുമ്പം ഞാൻ അവരൊക്കെ കമന്റ് ഇടും. ഞാൻ അവർക്ക് ലൈക്ക് അടിക്കാറുണ്ട്, ചിലപ്പോൾ സ്വത്രം പറയാറുണ്ട്.
കേട്ടോ. കാരണം അവർ വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അവർ വീണ്ടും വീണ്ടും പറഞ്ഞത് ആമി പറയട്ടെന്ന് വെച്ച് ഞാൻ ലൈക്കൊക്കെ അടിക്കും. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. ഞാൻ അങ്ങനെയുള്ള ബ്ലോക്ക് ചെയ്തില്ല. കാരണം അവൻ പഠിച്ചതിന്റെ പാടുകയുള്ളൂ. ഞാൻ പഠിച്ചത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ പഠിച്ചതേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ചിലർ പഠിച്ചതേ പാടുകയുള്ളൂ. ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് ഇളക്കം ഉണ്ടാകും. അല്ലേ? അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ഇളക്കമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ മേൽ വ്യാപരിക്കുന്ന സാത്താന ശക്തിയാണ്. അപ്പൊ ഞാൻ സുവിശേഷം പ്രസംഗിക്കും. ഒരുത്തൻ എന്നോട് ചോദിക്കുക, തനിക്ക് വേറെ പണിയെന്തെങ്കിലും ചെയ്ത് ജീവിക്കത്തില്ലേ പ്ലാസ്റ്റർ എന്ന്? പ്ലാസ്റ്റർ എന്ന് വരെ പിടിക്കുന്ന പ്ലാസ്റ്റർ അല്ലേ? അത്രമാത്രം നികൃഷ്ട ബുദ്ധികളായിരിക്കുന്ന ജനം ഭൂമിയിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലേ? അത്രമാത്രം നികൃഷ്ട ബുദ്ധികളായിരിക്കുന്ന ദൈവത്തിന് പോലും വേണ്ടാത്ത, ദൈവം അറയ്ക്കുന്നവർ, ദൈവം താൻ അറയ്ക്കപ്പെട്ടവർ, ദൈവരാജ്യത്തിന് പോലും കൊള്ളരുതാത്ത ചിലതൊക്കെ സുവിശേഷം വിരോധമായി, സുവിശേഷം പ്രസംഗിക്കുന്ന വിരോധമായി ശത്രുക്കളായി എഴുന്നേറ്റ് വരും. അല്ലേ? അങ്ങനെ ശത്രുക്കളായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അവരോട് നമ്മൾ കായികമായി ഇടപെടാതെ, കായികമായി അവരോട് നമ്മൾ പ്രതികരിക്കാതെ, ആയുധമെടുത്ത് പോരാടാതെ നമ്മൾ ദൈവവചനത്താൽ അവനെ എതിർക്കാൻ തുടങ്ങും. അല്ലേ? അവിടെയാണ് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ആ ഉയരത്തിലെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് നാം സുവിശേഷം വീണ്ടും അതിശക്തിയോടെ വിളിച്ചു പറയും. അല്ലേ? അപ്പൊ അദ്ദേഹം എന്നോട് വേറെ പണിയെടുത്ത് ജീവിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്നുകൂടെ ആത്മശക്തി നിറയപ്പെട്ടു, ഒന്നുകൂടെ ഞാൻ ബലപ്പെട്ടു. ഒരുത്തനെങ്കിലും എന്നെങ്ങനെ എനിക്ക് ശത്രുത ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വീണ്ടും ശക്തിയോടെ പ്രസംഗിക്കാൻ തുടങ്ങി. അല്ലേ? എന്നെ കേൾക്കുന്ന ശ്രോതാവി, സുവിശേഷം പ്രസംഗിക്കുന്നവന് നേരെ, സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് നേരെ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ദൈവജനത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന സകല ശത്രുവിനെയും ദൈവം തകർത്ത് കളയും കേട്ടോ. അല്ലേ? ദൈവത്തിന്റെ വചനമായി, ദൈവത്തിന്റെ വചനമായി കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷ ഈ ലോകത്തിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവർക്കെതിരെ പിശാച് കൊണ്ടുവരുന്ന സകല പദ്ധതികളെയും ദൈവം തകർക്കും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അല്ലേരിയ നമ്മൾ ഈ വേലയൊക്കെ ചെയ്യണം, ഈ ശുശ്രൂഷയൊക്കെ ചെയ്യണമെങ്കിൽ അല്ലേരിയ നമ്മൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. അല്ലേരിയ അതിന് കാത്തിരിപ്പ് ആവശ്യമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന്. അല്ലേ? അത് നീ എത്രമാത്രം തന്ത്രങ്ങൾ കൊണ്ടുവന്നാലും, എത്രമാത്രം പ്രതിരോധം ഉയർത്തിയാലും, എത്രമാത്രം അല്ലെ എതിർപ്പുകളുമായിട്ട് നീ വന്നാലും, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെട്ട്, ഉയരത്തിന്റെ ശക്തി നിറയപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിനെ തടഞ്ഞു നിർത്തുവാൻ ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾക്കോ, ഇവിടുത്തെ മതങ്ങൾക്കോ, ഇവിടുത്തെ സംഘടനകൾക്കോ, ഇവിടെ തീവ്രവാദികൾക്കോ, ഇവിടുത്തെ ഭീകരവാദികൾക്കോ, വർഗീയവാദികൾക്കോ, ഇവിടുത്തെ മദ്യപാനികൾക്കോ, സുവിശേഷം വിരോധമായി നിൽക്കുന്ന ഒരു ജഡിക ശക്തിക്കും സുവിശേഷം പ്രസംഗിക്കുന്ന നാവുകൾക്ക് കടിഞ്ഞാണിടാൻ കഴിയില്ല. അല്ലേ? സുവിശേഷം പ്രസംഗിക്കുന്ന നാവുകൾക്ക് കടിഞ്ഞാണിടാൻ കഴിയത്തില്ല. അവർ ദൈവത്തിന്റെ ആത്മാവില, ദൈവശക്തിയാൽ നിറയപ്പെട്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു വിഷയം പറയും, ഞങ്ങളങ്ങനെ പലരും തല്ലിക്കിട്ടുണ്ടല്ലോ, വേദനിപ്പിച്ചിട്ടുണ്ടോ, കൊന്നിട്ടുണ്ടല്ലോ, രക്തം ഒഴുക്കിയിട്ടുണ്ടോ, തകർത്ത് കളഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിലർ വീരവാദമൊക്കെ പറയും. അങ്ങനെ പറയുന്നവരെ പറയട്ടെ, നീ ചെയ്തതിന്റെ ഇരട്ടി നീ പ്രാപിക്കും. അല്ലേ? നീ ദൈവസഭയ്ക്കെതിരെ, ദൈവ മക്കൾക്ക്, ദൈവദാസം ക്രൈസ്തവ സമൂഹത്തിനെതിരെ നീ വാളെടുക്കുന്നവൻ വാളാൽ തന്നെ എന്ന് പറഞ്ഞ പോലെ നീ എടുത്ത വാള് നിനക്ക് തന്നെ തിരിച്ചു വരും. അല്ലേ? അനവധി ക്രൈസ്തവ മിഷണറിമാരെ, അനവധി ക്രൈസ്തവ സമൂഹത്തിലെ കന്യാസ്ത്രീകളെ, അനവധി സുവിശേഷകന്മാരെ, ദൈവദാസന്മാരെ, പാസ്റ്റേഴ്സിനെ, വിശ്വാസികളെ കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു പിശാച് തകർത്തിട്ടുണ്ട്. അല്ലേ? ആ തകർത്ത സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ടിട്ടുണ്ട്. തകർത്ത സ്ഥലങ്ങളിലും തകർക്കാൻ കൂട്ടുനിന്നവനും പ്രേരണ കൊടുത്തവനും പ്രേരിപ്പിച്ചവനും തകർക്കുവാൻ ഒരുങ്ങുന്നവനും ഒക്കെ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. അല്ലേ? എന്നെ കേൾക്കുന്ന സ്നേഹിത, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അല്ലേ? അവർ ഏത് കാലാവസ്ഥയിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും.
അല്ലേരിയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. അല്ലേരിയ. അപ്പം പുതിയ ശക്തിയെ ധരിക്കും. കഴുകനെ പോലെ പുതിയ ബലം പ്രാപിക്കാൻ പറയുന്നത് കഴുകനോട് നമ്മെ സാമ്യപ്പെടുത്തി പറയുമ്പോൾ, കഴുകന് പ്രായമേറുമ്പോൾ തനിയെ ഒരു പാറയുടെ വിടവിൽ പോയിരുന്ന് തന്റെ പഴയ ചിറകുകളെല്ലാം കൊഴിഞ്ഞു വീഴുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കും. അങ്ങനെ ചില മാസങ്ങൾ യാതൊന്നും ഭക്ഷിക്കാതെ തന്റെ എല്ലാ തൂവലുകളും വീഴുന്നത് വരെ അവിടെ തന്നെ കുത്തിയിരിക്കും. അങ്ങനെ തന്റെ ശരീരത്തിലുള്ള കൊഴുപ്പുകളെല്ലാം അലിഞ്ഞു കഴിയുമ്പോൾ മനോഹരമായ തൂവലുകൾ മുളച്ച് പുതിയ യൗവന ബലത്തോടുകൂടെ പറന്നുയരുവാൻ തുടങ്ങും കഴുകൻ. അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു പറഞ്ഞത്. അല്ലേലിയ. അപ്പം കഴുകനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ യൗവനം പ്രാപിക്കണം. ദൈവസനി കാത്തിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്വം നിറയപ്പെട്ട ആത്മസാന്നിധ്യം ഏറ്റെടുത്ത് ദൈവശബ്ദം കേട്ട് അല്ലേലിയ നാം കർത്താവിനോട് കൂടെ യാത്ര ചെയ്യണം. അല്ലേലിയ. അപ്പം ദൈവജനം എന്ന് പറയുന്നത് അത്യുന്നതന്റെ മറയിൽ വസിച്ചുകൊണ്ട് സർവശക്തന്റെ നിഴലിൽ പാർത്തുകൊണ്ട് ആ ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. അല്ലേലിയ. ആ ഉയരത്തിലെ ശക്തി നിന്റെ മേൽ വന്ന് കഴിയുമ്പോൾ, അല്ലേലിയ, ആത്മാവിൽ നീ അങ്ങോട്ട് നിറയപ്പെട്ട് കഴിയുമ്പോൾ, ആത്മാവിന്റെ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ, തിരുസാന്നിധ്യം നീ നിറച്ചു കഴിയുമ്പോൾ, അല്ലേലിയ, നിന്റെ സകല ബലഹീനതകളെയും ദൈവം മാറ്റുവാൻ തുടങ്ങും. നീ ഒരു രോഗിയാണെങ്കിൽ പോലും ദൈവം നിനക്ക് സൗഖ്യം തരും. നിനക്ക് ആരോഗ്യമില്ല, ബലമില്ല, സ്വാധീനമില്ല, നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, വിദ്യാഭ്യാസമില്ല, എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് പരാജിതമായിരിക്കുന്നവനെ പോലും ദൈവം പരിശുദ്ധാത്മാവിൽ നിറച്ചു കഴിയുമ്പോൾ അവനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. അല്ലേലിയ. അതേ സ്നേഹിത, അതേ മാതാവേ, പിതാവേ, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കണം. നിന്റെ കുടുംബത്തെ ദൈവം മാനിച്ചു ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ തലമുറയെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ജോലിക്കകത്ത് ദൈവം മാറ്റം തരാൻ ആഗ്രഹിക്കുമ്പോൾ, നിനക്കുള്ള സകല നന്മകൾക്കും ദൈവം അതിന്മേൽ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലേലിയ, നീ ദൈവസനി കാത്തിരുന്ന് പ്രാപിച്ചല്ലേലിയ കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലേലിയ. അപ്പൊ നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നാൽ മതി. നമ്മുടെ എല്ലാ ബലഹീനതകളെ ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? യേശു നിന്റെ സംസാരത്തിലുണ്ടോ? യേശു നിന്റെ നോട്ടത്തിലുണ്ടോ? യേശു നിന്റെ വാക്കുകളിലുണ്ടോ? യേശു നിന്റെ പ്രവൃത്തിയിലുണ്ടോ? യേശു നിന്റെ കുടുംബത്തിലുണ്ടോ? അല്ലേലിയ. യേശു ഉണ്ടെങ്കിൽ നീ എങ്ങും പരാജയപ്പെടുത്തില്ല. യേശുവിന്റെ നിന്റെ കുടുംബം കണ്ണുനീരിന്റെ അനുഭവമായിരിക്കും. യേശു നിന്റെ ഭവനത്തിലില്ലെങ്കിൽ നിന്റെ കുടുംബം ശാപത്താൽ നിറയപ്പെടും, പാപത്താൽ നിറയപ്പെടും, രോഗങ്ങളാൽ നിറയപ്പെടും. യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെയെല്ലാം നിനക്ക് തരണം ചെയ്ത് പ്രത്യാശയോടെ പോകുവാനുള്ള ആത്മബലം ദൈവം തരും. അല്ലേലൂയ. ഒരിക്കലും എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലേലൂയ ഈ ബലമൊക്കെ എവിടെ നിന്നാ കിട്ടുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ദൈവം തരുന്നതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രോഗം വരുന്നതെന്ന് ചോദിച്ചു. അല്ലേലൂയ. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, രോഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കുള്ളതാണ്. രോഗം എന്ന് പറയുന്നത് സകലർക്കും, എല്ലാ വിശുദ്ധന്മാർക്കും, എല്ലാ അഭക്തന്മാർക്കും രോഗമുണ്ട്. രോഗമില്ലാത്ത ശരീരം ഭൂമിയിലില്ല. പക്ഷേ ദൈവഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം രോഗം അവന്റെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ, ബലഹീനത വന്നു കഴിയുമ്പോൾ അവരതിൽ ഭാരപ്പെട്ടു പോകാതെ ദൈവസന്നിധി ഉപവസിക്കുവാൻ തുടങ്ങും, ദൈവസനി പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. അങ്ങനെ ദൈവസനി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും യഹോവയെ കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ആത്മാവിന്റെ ശക്തിയെ അയച്ച് ആ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കൃപ തരുമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, രോഗം നിങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടാകുന്നെന്ന് ചോദിച്ചാൽ രോഗം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ദൈവഭക്തന്മാർക്ക് അതിനെ പ്രതിരോധിക്കുള്ള കൃപ ദൈവം പകരും. അതുകൊണ്ടാണ് പൗലോസിനോട് യേശു പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി. അല്ലെങ്കിൽ അത് നിന്റെ ബലഹീനതയിൽ നിനക്ക് തികയും, നിന്നെ തികയ്ക്കുന്നതാണ്, നിന്റെ ബലഹീനതയെ മാറ്റുന്നതാണെന്നൊക്കെ പൗലോസിനോട് 2 കൊരിന്ത്യർ ലേഖനം 12:9 നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ കൃപ നിനക്ക് മതി.
അല്ലേ? അത് സ്നേഹിത, ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടെങ്കിൽ ഏത് തകർച്ചയിലും നമുക്ക് ഉയരുവാൻ കഴിയും, രക്തം ചെയ്യും. ഇന്ന് പകൽ ആരെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ തകർന്ന അനുഭവമാണെങ്കിൽ, തളർന്ന അനുഭവമാണെങ്കിൽ, മാനസികമായി നീ നിരാശപ്പെട്ട് നാളെ എന്ത് ചെയ്യും, പ്രഭാതം വരുമ്പോൾ എന്ത് ചെയ്യും, പ്രഭാതത്തിൽ എങ്ങനെ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾക്കൊക്കെ നീക്കുമ്പോൾ കൊണ്ടാകുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ ഇപ്പോൾ തന്നെ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഇടത്ത് നീ മുഴങ്കാല് മടക്കിയിരുന്ന് യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തതിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുതാപമുള്ള മനസ്സോടെ നീ ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, നീ ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കിയെടുത്ത് തരുവാൻ കർത്താവിന് കഴിയും. നിങ്ങളെ സകല തകർച്ചകളെ മാറ്റിത്തരാൻ യേശുവിന് കഴിയുമെന്നേ. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, യേശുക്രിസ്തു എന്ന് പറയുന്ന നാം വിശ്വസിക്കുന്ന ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. അണ്ടകടാകത്തെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവനാണ്, ഉടയവനാണ്, സകലത്തെ അടക്കി ഭരിക്കുന്നവന്, സകലത്തിന്റെയും ആമേൻ രക്ഷിതാവാണ്, സകലത്തെ നിർമ്മിച്ചവനാണ്. മാമൻ തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ആത്മരക്ഷ കൊടുക്കുന്ന, വീണ്ടെടുപ്പ് കൊടുക്കുന്ന, പാപപരിഹാരം നൽകുന്ന, ആമൻ നമ്മെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന യേശു സർവ്വ ദൈവമാണ്, സർവാധിപത്യമുള്ള ആമൻ ദൈവമാണ്, മഹാദൈവമാണ്. അതുകൊണ്ട് നീ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു തരും. അല്ലേ? അതുകൊണ്ട് ആത്മശക്തിയാൽ അങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങും. അല്ലേ? ഉടനെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരും ജീവിതവും ജീവിതത്തിലും ദൈവത്തിന് തനിച്ചിരിക്കുന്ന, കാത്തിരിക്കുന്ന ഓരോ ദിവസങ്ങളുണ്ടാകണം. അല്ലേ? നിങ്ങൾ ജീവിതത്തിൽ ദൈവത്തിന് തനിച്ചിരിക്കുന്ന, കാത്തിരുന്ന് ഉപവസിക്കുന്ന ഒരു ദിവസങ്ങളുണ്ടായിരിക്കണം. അല്ലേലിയ. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ എസ്തേർ രാജ്ഞി രാത്രിയും പകലും 3 ദിവസം ഉപവസിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. ആ 3 ദിവസത്തെ പ്രാർത്ഥനയാൽ ദേശത്തിന് വളരെ അനുഗ്രഹം ലഭിച്ചു. ഏലിയാവും മോശയും 40 ദിവസം ദൈവത്തിന് കാത്തിരുന്നു. യേശുക്രിസ്തു നിർജ്ജന പ്രദേശത്ത് പോയി 40 ദിവസം രാത്രിയിലും പകലും ഒന്നും ഭക്ഷിക്കാതെ ദൈവത്തിന് കാത്തിരുന്നു. സ്വർഗീയ ശക്തിയെ അളവില്ലാതെ പ്രാപിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ എസ്തേറിന്റെ പുസ്തകം, അല്ലേ? 3 രാവും 3 പകലും, ഹല്ലേലൂയ, ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് എസ്തേർ മൊർദെഖായി, ഹല്ലേലൂയ, തന്മുഖാന്തരം യഹൂദന്മാർക്ക് നേരെ ഹാമാൻ ഒരുക്കിയ ആ പദ്ധതിയെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മൊർദെഖായിയെ തൂക്കിക്കളയാൻ വേണ്ടി ഹാമാൻ ഒരുക്കിയ കഴിമരത്തിൽ, ഹല്ലേലൂയ, എന്ത് ചെയ്തു? ഹാമാൻ തന്നെ തൂങ്ങേണ്ടി വന്നു. അല്ലേ? മൊർദെഖായിയെ തൂക്കിക്കളയാൻ വേണ്ടി ഹാമാൻ ഒരു കഴിമരം ഒരുക്കി. അല്ലെങ്കിൽ അതുകൊണ്ട് എസ്തേർ മൊർദെഖായിയൊക്കെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യഹൂദന്മാർക്ക് നേരെയുള്ള എല്ലാ വിധികളും രാജാവ് മാറ്റി എഴുതി. ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴിമരത്തിൽ ഹാമാൻ തന്നെ തൂങ്ങപ്പെട്ടു. അതുപോലെ തന്നെയാണ് മോശം 40 ദിവസം പർവ്വതത്തിൽ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ ഏലിയാവ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, യേശു 40 ദിവസം ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാത്താനെ തുരത്തി ഓടിക്കുമ്പോൾ ആത്മശക്തി പ്രാപിച്ചു. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിച്ചിട്ടില്ലേ? 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനാണ്, ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞ 3 പരിശോധനകളെ യേശു ജയിച്ചത് ദൈവത്തിന് കാത്തിരുന്ന് ആ ബലം പ്രാപിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത, നിങ്ങളും തനിച്ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, തനിച്ചിരുന്ന് ഉപവസിക്കുന്ന ഒരു അനുഭവം. എസ്തേറിനെ പോലെ, മൊർദെഖായിയെ പോലെ, മോശയെ പോലെ, ഏലിയാവിനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ നിങ്ങൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ദൈവം ആത്മാവിൽ നിറയ്ക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കോർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അങ്ങനെയെങ്കിൽ ദൈവത്തിനെ കാത്തിരിക്കുന്നവർ ശത്രുക്കളെ കുറിച്ചോ പോരാട്ടത്തെ കുറിച്ചോ വിഷമിക്കാതെ, അവരുടെ സ്തോത്രം വിഷമിക്കാതെ എഴുന്നേറ്റ് പ്രകാശിക്കും. അതുകൊണ്ടാണ് 52-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായി യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക, ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധ നിന്നിലേക്ക് വരികയില്ല. ഹല്ലേലൂയ.
അതെ, ഉണർന്ന് പ്രവർത്തിക്കാൻ സമയമായി. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് പുതിയ ബലം ആവശ്യമാണ്. ആത്മാവിലും പ്രാണനിലും ദൈവിക ബലം ആവശ്യമാണ്. ഉയരത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് നീ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ ആരെങ്കിലും ബലഹീനതയുടെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ ദുഃഖത്തിന്റെ രോഗത്തിന്റെ ശാപത്തിന്റെ പാപത്തിന്റെ അവിചാര മന്ത്രവാദ കൂടോത്ര ക്ഷുദ്രത്തിന്റെ ഏലസ്സുകളും തകിടുകളും ഇതിനെ കാണിച്ചു വരട്ടി നീ ഭയപ്പെട്ട് ഭാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ വേറിട്ട് നിരുന്ന ദൈവത്തിന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മുഴുവൻ ഇന്ന് പകൽ ദൈവം അഴിച്ചു കളയും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അതെ, കണ്ണുകളുടെ ചാട്ട് ചില കുടുംബങ്ങളെ ദൈവം പിടിപ്പിക്കാൻ പോവുക, ചില വ്യക്തികളെ ദൈവം പിടിപ്പിക്കാൻ പോവുക. നാളുകളായി നീ അനുഭവിക്കുന്ന ചില വേദനയുടെ ദുഃഖത്തിന്റെ നടുവിൽ ദൈവം നിനക്കൊരു ആശ്വാസം തരാൻ പോവുക. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെറിയുടെ ഞങ്ങളുടെ കേരളത്തിലുള്ള 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 140 കോടിയിലധികം ജനത്തിനായി 21 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങൾ, 1,00,000 ഗ്രാമങ്ങൾ, ലോകരാജ്യങ്ങൾ, 7 ഭൂഖണ്ഡങ്ങൾ, 800 കോടി ജനത്തിനായി കർത്താവി സ്തോത്രങ്ങളുടെ ജില്ലാ കർത്താവി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തിനായി, അധികാരികൾക്കായി, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കർത്താവിന്റെ അത്തരത്തിൽ കാക്കുന്ന BSF, CRP, വല്ലൂരി ഞങ്ങളുടെ ക്രമസമാധാന പാലകൻ, നീമ്പ്, അറമ്പാട് രംഗത്ത് നിൽക്കുന്നവരെ, അല്ലൂരി ഞങ്ങളുടെ രഹസ്യാംശ ശുഭാമങ്ങൾക്കായി, അല്ലേരിയ കർത്താവിയുടെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കരയിലും കടലും ആകാശമാർഗം വാഹനോടിക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിതാക്കൾ, സെയിൽസുകൾ, സമുദ്രവാസികളെ, കടലോര വാസികൾ, തീരദേശവാസികളെ, സമുദ്രത്തിൽ മത്സരത്തിനെ കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ. കർത്താവ് കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ രംഗത്ത്, മെക്കാനിക് യൂണിറ്റ് രംഗത്ത്, സകല ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സകല മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്ക് മേഖല, ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ. ദേശത്തും വിദേശത്തും ജോലിക്കായി കടന്നുപോയിരിക്കുന്നു, പഠിക്കായി കടന്നുപോയിരിക്കുന്നു, കഷ്ടസംഖ്യ രോഗികളായിരിക്കുന്നു, ശാപത്തിനും പാപത്തിനും രോഗത്തിനും ബന്ധത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ, ബലഹീനരായിരിക്കുന്നവർ, മദ്യത്തിനും മയക്കും വാത്സല്യത്തിനും അനുഭവപ്പെട്ട് കിടക്കുന്നവർ, ഹല്ലേലൂയ. കർത്താവ് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കും, ഭവനമില്ലാത്തവർ, ഹല്ലേലൂയ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹം കഴിഞ്ഞ് വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഞങ്ങളുടെ സൗരിസ്വരന്മാർ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മതസാമൂഹിക സംസ്കാര സംഘടന രംഗത്ത് ചരിത്ര മാധ്യമ മീഡിയ നിൽക്കുന്ന മത നേതാക്കന്മാരെ, ഭരണപ്രദേശ പാർട്ടികളെ, സകല ജനത്തെയും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തയിലും വൃദ്ധരാശ്രമ യാച് പ്രവർത്തന ജോലി തടവറയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥി. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നുപോയി കർഷക വേദനയിൽ ദുഃഖമരിയും നാട്ടിലേക്ക് കടന്നു കഴിയാതെ വിസ നഷ്ടപ്പെട്ട, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, വിസ പുതുക്കി കിട്ടാൻ കാലതാമസം ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് ജോലി കടന്നു എവിടുത്തെ പെർമിഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, അതുപോലെ കർത്താവ് രാജ്യത്ത് ജോലിക്കാർ, പീഡനകൾ, സൗരീശ്വരന്മാരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, കിടക്കിലായിരിക്കുന്നവർ, ആശ്ചര്യപ്പെട്ട് കിടക്കുന്നവരുണ്ട്, ബലഹീന മരണാസനിലായിരിക്കുന്നവരുണ്ട്, വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നവർക്കാണ്. ബലഹീനരായിരിക്കുന്ന സകല പരിശുദ്ധാത്മാവിന്റെ ബലത്തെ പകർന്ന് ശക്തമായി മാറിക്കണമേ. കർത്താവിന്റെ ബലയുമായി കർത്താവ് കേരളത്തിൽ രാജ്യം കടന്നു പ്രവർത്തിക്കുന്ന ദൈവദാസിദാസന്മാർ, കുടുംബ തലമുറകളെ മാനിക്കണമേ. വിശേഷമുഖാതവിധ ജയിലുകൾ കടക്കുന്നവർക്ക് മോചനം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികൾക്ക് മാനസാന്തരമാണ്. തീവ്രവാദികളെ, ഭീകരവാദികളെ, വർഗീയവാദികളെ, സുവിശേഷത്തിനെ എതിർക്കുന്ന സകല നിരീശ്വരവാദി യുക്തിവാദികളെ ദൈവം സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവമില്ല എന്ന് പറയുന്ന സകല ഗൂഢന്മാരുടെ പേരും ദൈവസ്ഥാനത്ത് വയ്ക്കണമായി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ പേരിൽ കർത്താവ് അത്ഭുതം ചെയ്യണം, സകല മുഖത്തും എടുക്കണം. യേശു കർത്താവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.